നമുക്ക് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ പഠിച്ച ഇത് വെച്ചിട്ട് നമുക്ക് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേറൊരെണ്ണം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതിനകത്തിപ്പം ലൈനിങ് ആണിത്. നമുക്ക് 2 പീസ് വന്നിട്ടുണ്ട്. 2 പീസല്ല, ലൈനിങ് മൊത്തത്തിൽ 2.25 അത് നമുക്ക് ആദ്യം ബാക്ക് പാർട്ടും പിന്നെ ഫ്രണ്ടല്ലേ കട്ട് ചെയ്യാൻ പറ്റും, ഒന്നിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് സിംഗിളായിട്ടുള്ള പീസ് ഇട്ടു. അതിനുശേഷം നമ്മൾ ആദ്യമേ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അടിവശം നമ്മൾ മാർക്ക് ചെയ്യുന്നു. ശ്രദ്ധിച്ചിരുന്നോണം കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ക്ലിയർ ആകും. നമ്മൾ വരയ്ക്കുന്നു, തയ്യൽ അടിവശം മടക്കിയടിക്കാൻ വരയ്ക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇറക്കം എത്രയാണോ വേണ്ടത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് നമ്മൾ ലൈനിങ്ങിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നു അല്ലേ. അതെന്തിനാണെന്ന് അറിയാമല്ലോ, എപ്പോഴും ഞാൻ പറയണ്ടല്ലോ, എപ്പോഴും പറയാൻ നിങ്ങൾക്കും ദേഷ്യം വരും. അത് നമുക്ക് ഇറക്കത്തിൻ്റെ അനുസരിച്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഈ ലൈൻ വരയ്ക്കുക. കണ്ടോ, ഈ ലൈൻ വരച്ചു. നമ്മൾ അതിന് ശേഷം തയ്യൽ തുമ്പ് വരച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. എത്ര ഇഞ്ചാണോ ഷോൾഡർ സ്ലോപ്പ് ചെയ്യേണ്ടത് അത് നമ്മൾ മേലോട്ട് വരയ്ക്കുക. നമുക്കിപ്പോൾ നോർമലായിട്ട് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് 1 ഇഞ്ച് നമുക്ക് കൊടുക്കാം. അത് 1 ഇഞ്ച് കൊടുക്കുന്നു. അതിൽ കൂടുതൽ സ്ലോപ്പ് ഉള്ളവരാണെങ്കിൽ 1.5-2 ഇഞ്ച് കൊടുക്കാം. നല്ല സ്ലോപ്പ് ഉള്ളവരാണെങ്കിൽ 2 ഇഞ്ച് കൊടുക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ 1.5 ഇഞ്ച് കൊടുക്കാം. അത് നമ്മൾ ഇത് കറക്റ്റായിട്ട് വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പ്, ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് വരയ്ക്കുന്നു. ഇവിടെ തയ്യൽ തുമ്പ് വരയ്ക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സിബിനുള്ള തയ്യൽ തുമ്പ് നമ്മൾ വരയ്ക്കണം കേട്ടോ. അത് മറന്നു പോരുത്. മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ തുണി വെട്ടിക്കഴിഞ്ഞിട്ട് ആ സിബിൻ്റെ കാര്യം ഓർക്കുന്നെങ്കിൽ തീർന്നു. എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഇതൊന്നും ഈ തുമ്പൊന്നും വരയ്ക്കാതെ കട്ട് ചെയ്തിട്ടുണ്ട് സിബിൻ്റെ. ലാസ്റ്റ് സിബിന് തുണി ഇല്ലാതെ വന്നു കഴിയുമ്പോൾ സിബൂടെ പിടിപ്പിച്ച് കഴിയുമ്പോൾ തയ്യൽ തുമ്പൂടെ പോയി കഴിയുമ്പോഴത്തേനും നമുക്കൊരു 3/4 ഇഞ്ചോളം കുറവ് വരും. ലാസ്റ്റ് പിന്നെ സൈഡിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. അന്നേരത്തേനും മൊത്തത്തിൽ ഷേപ്പ് വ്യത്യാസം വരും. ഷോൾഡറും ഇതെല്ലാം എവിടെയെങ്കിലുമൊക്കെ ചുളുക്കം കാര്യങ്ങളൊക്കെ വരും. അതായത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഈ മാറി കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കഴുത്തിൻ്റെ ചുറ്റളവ് എത്ര എന്നുള്ളതാണ്. നമ്മൾ കഴുത്തിൻ്റെ ചുറ്റളവ് വരുന്നത് 15 ഇഞ്ചാണ്. 15 ഇഞ്ച് വരുമ്പോൾ എത്ര ഇഞ്ച് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ നിന്നുള്ള വൈഡ് 2.25 അല്ലേ. 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. വെറും സിമ്പിളാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. 2.25 മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടേ, നമുക്കിത് ഇവിടുത്തെ ഷേപ്പ് നമുക്ക് വരയ്ക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കറക്റ്റായിട്ട് വരയ്ക്കാം. അതിനുശേഷം ഈ ഷേപ്പ്, അത് ഈ ആം ഹോൾ കർവ് ഉപയോഗിച്ച് തന്നെ ഈ ഷേപ്പ് ചെയ്യണേ. ഈ ഷേപ്പ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ കഴുത്തേലോട്ട് അതുപോലെ ചേർന്നിരിക്കത്തില്ല. അത് നമ്മൾ വരച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടേ, ഷോൾഡറിന് എത്രയാണോ വീതി എന്നുള്ളത്. എങ്ങനെയാണ് ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്രയാണോ ബോഡിയുടെ ഷോൾഡർ ആ ഷോൾഡറിൻ്റെ കൂടെ തയ്യൽ തുമ്പും വെച്ചിട്ട് മാർക്ക് ചെയ്യുക. വേറെ സിമ്പിളല്ലേ. അത് നമുക്ക് ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 15.5 ഇഞ്ചാണ്. 15.5 ഇഞ്ചാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 15.5 ഇഞ്ചിൻ്റെ പകുതി 7.25. 7.25 നമ്മൾ 4 ഇഞ്ച് 1 പോയിന്റ് തയ്യൽ തുമ്പ്. അന്നേരം എത്രയായി, 8 ഇഞ്ച് 1 പോയിന്റ്. അതായത് ഈ ഷോൾഡർ ഇതിൻ്റെ സിബിൻ്റെ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടേ വരയ്ക്കാവുള്ളൂ കേട്ടോ. 8 ഇഞ്ച് കേട്ടോ. ഇവിടെ 8 ഇഞ്ച് 1 പോയിന്റ് നമ്മൾ വരച്ചു. ഇവിടെ നമ്മൾ അതുപോലെ 8 ഇഞ്ച് 1 പോയിന്റ്. ഇനി നമുക്കത് കറക്റ്റായിട്ട് വരയ്ക്കാം കണ്ടോ. എന്നിട്ട് നമുക്ക് ഈ സ്ലോപ്പ് കൊടുക്കാം. അത് ഏത് മെഷർമെൻറ്റ് വന്നാലും അറിയാമല്ലോ ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ടത്. ഷോൾഡർ ആയാലും കഴുത്തിൻ്റെ ഇതായാലും എല്ലാം അറിയാമല്ലോ. നമ്മൾ കഴുത്തിൻ്റെ എല്ലാ അളവും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ട ആം ഹോളാണ്. ആം ഹോൾ വരുന്നത് 15.5 ഇഞ്ചാണ്. 15 ഇഞ്ചാകുമ്പോൾ നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടുന്നത്, ഒന്ന് കൂട്ടി നോക്കിയേ. ഇത് ലൈനിങ് ആണ്, അന്നേരം 1.5 ഇഞ്ച് ദിവസം കൂട്ടണം. 15.5 കൂടെ 1.5 കൂട്ടുമ്പോൾ 17. 17ൻ്റെ പകുതി 8.5. 8.5 നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അല്ല. ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ 3/4 ഇഞ്ച് അഡീഷണൽ മാർക്ക് ചെയ്യണം. അത് മറന്നു പോരുത് കേട്ടോ. 3/4 ഇഞ്ച് അഡീഷണൽ മാർക്ക് ചെയ്യണം. 8.3 9.25. 9.25 ഇഞ്ചാണ് നമുക്കിവിടെ ആം ഹോൾ കിട്ടേണ്ടത്. അത് നമുക്ക് എത്ര ഇഞ്ച് ഇറക്കി കൊടുക്കാമെന്നുള്ളതാണ്. നമുക്കൊരു 7.25 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് നോക്കാം, കിട്ടുമോ ഇല്ലെന്ന് അറിയാമല്ലോ. 7.25 മാർക്ക് ചെയ്തു. നമുക്ക് 9.25 കിട്ടേണ്ടത് കേട്ടോ. നമുക്ക് ആം ഹോൾ കിട്ടേണ്ടത് എത്ര, 9.25. 9.25 എങ്ങനെ വന്നേ, ഒറിജിനൽ ആം ഹോൾ 15 ഉള്ളൂ. 15 നമ്മൾ എന്ത് ചെയ്തു, 1.5 ഇഞ്ച് ലൈനിങ് ചുരിദാറായതുകൊണ്ട് ആം ഹോളിൻ്റെ ലൂസ് നമ്മൾ കൂട്ടി. ബോഡി ആം ഹോളാണ് 15. അത് മാത്രമായിട്ട് കട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം എന്താ പറയുന്നത്, ഭയങ്കര ടൈറ്റായിട്ടിരിക്കും. അന്നേരം നമ്മൾ 1.5 ഇഞ്ച് കൂട്ടി. അതിന് 15 1.5 കൂട്ടുമ്പോൾ 17 ആയി. 17ൻ്റെ പകുതി എത്രയായി, 8.5 അതായത് നമുക്ക് 8 ഇഞ്ചല്ലേ ആം ഹോൾ കിട്ടണ്ടേ. അതിന് ഈ ഹൈനെക്ക് മോഡലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 3/4 ഇഞ്ച് കൂട്ടണം. അതായത് 8.25 9.25. അതാണ് ഈ 9.25 കേട്ടോ. അത് മാറിപ്പോരുത് കേട്ടോ. ഇതിനകത്ത് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവേ. പിന്നെ
അത് കഴിഞ്ഞ് നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ചെസ്റ്റ് എത്രയാണോ അതിനെ 4 ഡിവൈഡ് ചെയ്യുക. ലൈനിങ് ആണെങ്കിൽ 3/4 ഇഞ്ച് വൺ സൈഡ് കൂട്ടുക, ഓർഡിനറി ആണെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടുക. നമ്മൾ ഒരുപാട് തവണ പഠിച്ചതാണ്. ഇപ്പോൾ അതിന് ഇതിനകത്ത് വന്നിരിക്കുന്ന മെഷർമെൻറ്റ്, ബോഡി മെഷർമെൻറ്റ് ചെസ്റ്റിൻ്റെത് 39 ഇഞ്ചാണ്. 39 ആകുമ്പം എത്ര വരും? 39 ആകുമ്പോൾ നമുക്ക് 39നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.25. 9.25 3/4 ഇഞ്ച് ലൂസ് 10.5 അല്ലേ? 10.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ്. മനസ്സിലായല്ലോ? 39 ചെസ്റ്റിൻ്റെ വണ്ണം വന്നേക്കുന്ന ബോഡിയുടെ അളവ്. അതിൽ നിന്ന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 39ൻ്റെ 4 9.25. 9.25 കൂടെ നമ്മൾ 3/4 ഇഞ്ച് ലൂസർ കൂട്ടി 10.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഷേപ്പ് ഇതിൽ 3-ൽ ഒരു ഭാഗത്തായിട്ട് വേണം ഷേപ്പ് ചെയ്യാനെ കൊണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് 9.25 നമുക്ക് അളന്ന് നോക്കാം. അളന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്നാണ് അളന്ന് നോക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നമുക്ക് 9.25 ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഒരു പോയിന്റ് വ്യത്യാസമുണ്ട്, ഒരു പോയിന്റ് ഇല്ല പറയാനാണെങ്കിൽ, ഒരു പോയിന്റ് ഇല്ല, ഒരു ശകലം വ്യത്യാസമുള്ളൂ, അത് കുഴപ്പമില്ല. അത് നമുക്ക് ആം ഹോൾ കിട്ടി. ആം ഹോൾ നമ്മൾ മാർക്ക് ചെയ്തു, കറക്റ്റ് മെഷർമെൻ്റ് ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റിൻ്റെ ബ്രസ്റ്റിൻ്റെ ലൈൻ വരുന്നത് നമുക്ക് 10 ഇഞ്ച് താഴെയാണ്. പിന്നെ ഇടവണ്ണം വരുന്നത് 15.5 ഇഞ്ചിൻ്റെ അവിടെയാണ്. ഹിപ്പിൻ്റെ വണ്ണം വരുന്നത് 21 ഇഞ്ചിൻ്റെ അവിടെയാണ്. ഓക്കെ, അത് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. 10, 15.5, 21. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കുക. കണ്ടോ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രസ്റ്റിൻ്റെ അളവ് വരുന്നത്, ഇതിൻ്റെ അളവ് വന്നേക്കുന്നത് 39 സെയിം തന്നെയാണ്. ചെസ്റ്റും ബ്രസ്റ്റും സെയിം ആണ്. അന്നേരം എങ്ങനെ വരും? 39 ആകുമ്പം 39ൻ്റെ 4 9.25. 9.25 3/4 ഇഞ്ച് ലൂസറ കൂട്ടി 10.5 സെയിം തന്നെ. 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇടവണ്ണം വരുമ്പം നമ്മൾ ഇത് തുമ്പ് മാറ്റിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. ഈ സിബിൻ്റെ ഇടവണ്ണം വരുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഇടവണ്ണം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വൺ സൈഡ് 3/4 ഇഞ്ച് കൂട്ടി ലൈനിങ് ആയതുകൊണ്ട്. എന്നിട്ട് ബാക്കിൽ ടക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് കൂട്ടുക. ഇവിടെ ഇടവണ്ണം വരുന്നത് 36 ഇഞ്ചാണ്. 36 ആകുമ്പോൾ നമുക്ക് 36ൻ്റെ 4 9 ഇഞ്ച്. 9 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് അല്ല ലൂസ്. അതാ 9.25. 9.25 4 ഇഞ്ച് ബാക്കിലെ ടക്ക്. അത് നമുക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്തു. 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് ഹിപ്പിൻ്റെ ഭാഗം വരുമ്പോൾ ഹിപ്പ് വരുന്നത് എങ്ങനെയായിരുന്നു? ഹിപ്പിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്? ഹിപ്പിൻ്റെ വണ്ണം എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ലൈനിങ് ആണെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടണം, നോർമൽ ആണെങ്കിൽ 1/4 ഇഞ്ച് കൂട്ടണം. അത് നമുക്കിവിടെ വരുന്നത് 42 ഇഞ്ചാണ് ഹിപ്പിൻ്റെ വണ്ണം വരുന്നത്. 42 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 42നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടി? 10.5. 10.5യുടെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസ് കൂട്ടുന്നു. എന്തിനാ 1/2 ഇഞ്ച് കൂട്ടിയത്? ലൈനിങ് ആയതുകൊണ്ടാണ് 1/2 ഇഞ്ച് കൂട്ടി, അല്ലെങ്കിൽ നമ്മൾ വൺ സൈഡിൽ 1/4 ഇഞ്ച് കൂട്ടുള്ളൂ. അതിന് 10.5 11 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. നമുക്ക് ഈ ഒരു സിബിൻ്റെ ലൈൻ ഞാൻ ഇങ്ങോട്ട് വരച്ചിട്ടില്ല, അവകാശം വരയ്ക്കുമ്പോൾ താഴോട്ട് വരുവാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യരുത്. നമുക്ക് ഇവിടെ വരുന്ന ഹിപ്പിൻ്റെ ഭാഗം വരെ നമുക്ക് സിബ് ഇറങ്ങി വരത്തില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് സിബ് ജോയിൻ ചെയ്യാനുള്ള തുമ്പ് വേണ്ട. അതിന് കറക്റ്റായിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. അടിവശം നമുക്കൊരു 11.5 ഇഞ്ച് എടുക്കാം. ഫ്ലയർ 11.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ സ്ട്രൈറ്റായിട്ട് വരയ്ക്കുന്നു. കണ്ട? എന്നിട്ട് നമ്മൾ നേരെ ഇടുന്നു. അതിനുശേഷം നമുക്കിത് ഷേപ്പ് ചെയ്യണ്ടേ? ഷേപ്പ് നമുക്ക് ചെയ്യാം കറക്റ്റായിട്ട്. ഇത് ചെയ്തു, ഇത് വരച്ചു, ഈ ഷേപ്പ് നമ്മൾ ചെയ്തു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ സിബൊക്കെ വെക്കുമ്പം ഈ ഫിറ്റായിട്ട് ഉപയോഗിക്കുന്നത്, ബോഡി ഫിറ്റായിട്ടുള്ള ഉപയോഗിക്കുന്ന ആൾക്കാർ സിബൊക്കെ വെക്കും. അന്നേരം നമുക്കിവിടെ 3/4 ഇഞ്ച് ലൂസ് കൂട്ടണ്ട കേട്ടോ. ബോഡി ഫിറ്റൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ലൂസ് കുറയ്ക്കണം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ യുക്തി അനുസരിച്ച് നിങ്ങൾ ചെയ്യണം. ഇതിപ്പോൾ നോർമലായിട്ടുള്ള മെഷർമെൻ്റാണ് ഞാൻ പറയുന്നത്. അതിന് അത്രയും ലൂസ് വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3/4 ഇഞ്ച് ആഡ് ചെയ്യുന്നതിന് പകരം 1/2 ഇഞ്ച് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അതിന് നമുക്ക് ടക്ക് വരുന്നത് ബ്രസ്റ്റിൻ്റെ ലൈനിൻ്റെ അവിടെ നിന്ന് 1/2 ഇഞ്ച് താഴെ നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് നോക്കാം എത്ര ഉണ്ടെന്ന്. 10.5 ഉണ്ട്. നമുക്കൊരു 8 ഇഞ്ച് വരെ നിന്നാൽ മതി അല്ലേ? 2.5 ഇഞ്ച് വ്യത്യാസം കൊടുത്തു. ഇതിപ്പോൾ 39 അല്ലേ വന്നേ. കാരണം നമുക്കൊരു 4 ഇഞ്ച് മാറ്റി ടക്കിൻ്റെ അകലം കൊടുക്കാം. ഇവിടെ നമുക്കൊരു 4 ഇഞ്ച് മാറ്റി കൊടുക്കാം. നമുക്ക് ഇത് കറക്റ്റായിട്ട് വരയ്ക്കാം. ഇവിടാണ് സെൻറ്റർ വരുന്നത്. കാലും എടുത്തു. ഇതെല്ലാം നമ്മൾ പഠിച്ചത്, അതുകൊണ്ടാണ് ഞാൻ പറയാത്ത കേട്ടോ. പറയാത്തല്ല, എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്.
വിശദമായിട്ട് പറയാതെ കണ്ടോ, ഈ സിബ് വരുന്നത് എന്താ, നമുക്ക് വേണ്ട ഈ ഒരു ടക്കിൻ്റെ നേരെ വരെ സിബ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഒരു സിബിൻ്റെ കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ ചരിച്ചാണ് വരുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് കെട്ടിട്ട് ഇവിടെ നിന്ന് സ്ലോപ്പ് ചെയ്ത് ഇങ്ങനെ ഇറക്കും. അത് ഞാൻ അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെയാണ് ഇൻവിസിബിൾ സിബ് ഫിറ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ കറക്റ്റ് ഒരു ചുളുക്കമില്ല നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് പഠിക്കാം, സ്റ്റിച്ചിങ്ങിനകത്ത് കാണിക്കാം അതൊക്കെ. അത് ഇത്രയും കാര്യമുള്ളൂ. ഇത് നമുക്കിനി കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ഏത് മെഷർമെൻറ്റ് വന്നാലും ഇപ്പോൾ അറിയാമല്ലോ ബാക്കി കട്ട് ചെയ്യാൻ. ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഈ ഒരു പോർഷന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് ഞാൻ എല്ലാ കാൽക്കുലേഷനും പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു കഴുത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ ആം ഹോളിൻ്റെ കാര്യവും ആം ഹോൾ എടുത്തിട്ട് അതിനോട് 3/4 ഇഞ്ച് കൂട്ടുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ സോപ്പ് എത്രയാണോ അത് കൊടുക്കുക. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ബാക്ക് കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ അപ്പുറ സൈഡിലോട്ട് കുത്തി മാറി ചെയ്തെടുക്കണം, അറിയാമല്ലോ. ബാക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം.